ജലം ച സത്യം. കഥ എഴുതിയത് രമാ പ്രസന്ന പിഷാരടി. ഭയ്യ, എന്താണ് വേണ്ടത്? ബാൽക്കണിയിൽ നിന്ന് എങ്ങനെ കൈയെത്തിച്ച് ആപ്പിൾ നോട്ട് പാഡ് കൈക്കലാക്കാമെന്ന് ആലോചിക്കുമ്പോഴാണ് ആ ശബ്ദം ഞാൻ കേട്ടത്. ചന്ദന നിറമുള്ള ഒരു കർട്ടൻ അനങ്ങുന്നത് ഞാൻ കണ്ടു. അതിനിടയിൽ നിന്നാണ് ഭയ്യ എന്ന വിളി കേട്ടത്. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കുട്ടി കൈകൾ അനക്കുന്നു. കൗതുകത്തോടെ എന്നെ നോക്കുന്നു. ഞാൻ എങ്ങനെ പൈപ്പിലൂടെ ഇത്ര ഉയരത്തിലെത്തി? മാജിക് ആയിരിക്കുമോ? എനിക്ക് ചിറകുകളുണ്ടോ? അവൾ വായിച്ച കഥയിലെ മാലാഖയായിരിക്കുമോ എന്നൊക്കെയാകുമോ ആ കുട്ടി ചിന്തിക്കുക? അതെ അതെ, എൻ്റെ മനസാക്ഷി എന്നെ പരിഹസിച്ചു. കള്ളന്റെ മഹനീയ ചിന്തകൾ കൊള്ളാമല്ലോ. ചിന്തകളുടെ ഭാരം താഴേക്കിട്ടപ്പോൾ നനഞ്ഞ പഞ്ഞിക്കെട്ട് പോലെ അത് ഇന്റർലോക്കിംഗ് ബ്ലോക്ക് പതിച്ച തറയിലേക്ക് പതിച്ചു. മുകളിലേക്ക് നോക്കിയപ്പോൾ കുറേ മേഘങ്ങൾ പ്രാവുകളെ പോൽ പറന്നു നീങ്ങുന്നത് കണ്ടു. ഭയ്യ, എന്താണ് വേണ്ടത്? ആ കുട്ടി വീണ്ടും ചോദിച്ചു. വെള്ളം, കുടിക്കാൻ അല്പം വെള്ളം. കുട്ടി ചിരിച്ചു. കർട്ടൻ അനങ്ങി. ഒരു മിന്നലാട്ടം പോലെ കുട്ടി അകത്തേക്കോടി എന്ന് തോന്നുന്നു. അല്പസമയം കഴിഞ്ഞ് കുട്ടി വീണ്ടും വന്നു. കുട്ടി ഉള്ളിലേക്ക് പോയ സമയം പൈപ്പിൽ നിന്ന് ഊർന്നിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ്. പക്ഷേ ധരിച്ചിരുന്ന ടീഷർട്ട് വലിച്ചു കെട്ടിയ ഒരു കമ്പിയിലുടക്കി അത് വിടുവിക്കാനെടുത്ത സമയത്തിനിടയിൽ വീണ്ടും ആ കുട്ടിക്കലമ്പൽ കേട്ടു. ഒരു വെള്ളക്കുപ്പി ജനലിലൂടെ കുട്ടി കൈകൊണ്ട് വളരെ ശ്രമപ്പെട്ട് പുറത്തേക്ക് നീട്ടി ആ കുട്ടി പറഞ്ഞു, ഭയ്യ, പാനി, വെള്ളം. എനിക്ക് എന്നോട് തന്നെ നിന്ദ തോന്നി. കള്ളന് ദാഹജലം പകരുന്ന കുട്ടിയുടെ മാലാഖമുഖം എന്നെ അസ്വസ്ഥനാക്കി. ബയപ്പനഹള്ളിയിലെ ചേരിയിലുള്ള സ്വന്തം സഹോദരി ദേഷ്യം വരുമ്പോഴും അല്ലാത്തപ്പോഴും എന്നെ വിളിക്കുന്നത് എടാ പെരുങ്കള്ള എന്നാണ്. എൻ്റെ കാശെടുത്ത് ഗോപാലൻ മാളിന് പുറത്തുണ്ടാവാറുള്ള എക്സിബിഷനിലും ചിക്പേട്ടിലും ചാമരാജ് പേട്ടിലും ഗാന്ധി ബസാറിലും പോയി കടയുടമസ്ഥൻ്റെ ശകാരം കിട്ടും വരെ വിലപേശി വാങ്ങിക്കൊണ്ടുവരുന്ന ഫ്ലാഷ് ലൈറ്റ് പോലുള്ള സാരിയും ചുരിദാറും അണിയാൻ ഒരു മടിയുമില്ലാത്തവളാണ് എനിക്കുള്ള ഒരേ ഒരു സഹോദരി. ഭയ്യ, ഇതർ ക്യൂ ആയ ആപ്പ്? ആപ്പിൾ പാഡ് മോഷ്ടിക്കാൻ വന്നതാണെന്ന് ഈ കുട്ടിയോട് പറയാനാവില്ലല്ലോ. റിപ്പയർ പൈപ്പ്. ഞാനൊരു പെറ്റി തീഫാണെന്ന് ബ്രിഗേഡിയർ സേത്തിയുടെ ഭാര്യയ്ക്കറിയാം. പെട്ടെന്ന് കൈക്കലാക്കുന്ന വാച്ചുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, പേഴ്സിനുള്ളിലെ 500-1000 കറൻസി നോട്ടുകൾക്കിടയിൽ നിന്ന് 1-2 നോട്ടുകൾ, ഇതൊക്കെ പ്ലംബിംഗ് ചെയ്യാൻ പോകുന്ന വീടുകളിൽ നിന്നും ഞാൻ അടിച്ചു മാറ്റാറുണ്ട്. എനിക്കെതിരെ പരാതി പറയാൻ ആരും മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ബ്രിഗേഡിയർ സേത്തിയുടെ ഭാര്യയുടെ പേഴ്സിലെ 10,000 രൂപയിൽ നിന്നും 1000 എടുക്കാനേ എനിക്ക് മനസ്സ് വന്നുള്ളൂ. രൂപയുണ്ടാക്കാനുള്ള കഷ്ടപ്പാട് എനിക്കറിയാം. അതിനാൽ ഞാനായിട്ട് പണം നഷ്ടപ്പെട്ട് ആരും കൂടുതൽ വിഷമിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. 1000-ൽ നിന്ന് 100-200 ഞാൻ മോഷ്ടിക്കും. ഉടമസ്ഥൻ അത്രയൊന്നും ശ്രദ്ധിക്കില്ലെന്നതും ഇനി മാർക്കറ്റിലോ ഏതെങ്കിലും ആവശ്യത്തിനോ എടുത്തെന്ന് കരുതി അവർ മറന്നുകളയും എന്നുള്ള വിശ്വാസവുമാണ് എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. ഡിഫൻസിൽ നിന്ന് റിട്ടയർ ചെയ്ത് നോവൽ ഗ്രേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്ന ഇവരൊക്കെ വളരെ ബുദ്ധിയുള്ളവരാണ്. അന്നത്തെ സംഭവത്തിന് ശേഷം ബ്രിഗേഡിയർ സേത്തി പിന്നീട് ഒരിക്കലും വിലപിടിപ്പുള്ള ഒരു സാധനവും 2ാം പ്രാവശ്യം അവരുടെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ മുന്നിൽ അശ്രദ്ധമായി വച്ചിരുന്നുമില്ല. റിട്ടയർഡ് ആണെങ്കിലും അവർക്കൊക്കെ എന്തൊക്കെയോ പ്രത്യേകതയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പണി കഴിഞ്ഞപ്പോൾ 200 രൂപ കൂടുതൽ നൽകിയാണ് അവരെന്നെ തിരികെ അയച്ചത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 1000 മോഷ്ടിച്ചത് അവരറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. നന്നാവാനുള്ള ഒരു 2ാം അവസരം എനിക്ക് തരും പോലെയായിരുന്നു അവരുടെ പെരുമാറ്റം. ഇത്രയും നല്ല ലോകത്തിൽ എന്തിനിങ്ങനെയൊരു പെറ്റി തീഫായി ജീവിക്കുന്നതെന്ന് ആലോചിച്ച് എന്നിൽ നിരാശയുടെ ചെറിയ ഭൂപടങ്ങൾ രൂപം കൊണ്ടിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു കുട്ടിയാണ് എനിക്ക് ജലം പകർന്നു തന്ന് എന്നെ രൂപാന്തരപ്പെടുത്താൻ ശ്രമിക്കുന്നത്. വീണ്ടും എനിക്ക് അതികഠിനമായ ആത്മനിന്ദ അനുഭവപ്പെട്ടു.
കുട്ടിയെ വിശ്വസിപ്പിക്കാനായി ഞാൻ വെള്ളം വാങ്ങി കുടിച്ചു. ഞാൻ വെള്ളം കുടിക്കുന്നത് അവൾ കൗതുകത്തോടെ കണ്ടു. ആപ്പിൾ ഐഫോൺ എന്ന വില കൂടിയ വസ്തു എനിക്ക് മോഷ്ടിക്കേണ്ടതുണ്ട്. എൻ്റെ ആത്മസുഹൃത്ത് ഓട്ടോ അപകടത്തിൽ ആശുപത്രിയിലാണ്. 100-200 മോഷ്ടിച്ചാൽ ഒന്നും ശരിയാകില്ല. ആകാശത്ത് കാർമേഘങ്ങൾ വന്നടുക്കുന്നുണ്ട്. മഴ പെയ്തേക്കും. പകൽ മുഴുവനും കഠിനമായ ഗ്രീഷ്മചൂടിനൊടുവിൽ വീശിയടിക്കുന്ന കാറ്റും ഇടിമിന്നലുമായി വൈകുന്നേരങ്ങൾ നഗരത്തെ വേറൊരു ധ്രുവത്തിലേക്ക് ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടു പോകാറുണ്ട്. ചെന്നൈയിലെ കടലുലഞ്ഞാൽ അന്ന് മഴ പെയ്യുന്ന ഈ ഉദ്യാന നഗരം ആദ്യം വിചിത്രമായി തോന്നിയിരുന്നു. എത്ര പെട്ടെന്നാണ് അടുത്തെവിടെയോ ആകാശത്ത് 2 മേഘങ്ങൾ കൂട്ടിമുട്ടിയത്. അതോടൊപ്പം ആകാശത്ത് വാൾപ്പയറ്റ് നടത്തി 2 മിന്നൽ പിണരുകൾ. ആപ്പിൾ ഫോൺ കിട്ടാത്ത നിരാശയുമായി ജനലഴികളിൽ ഒരു കൈ പിടിച്ച് പാരപ്പറ്റിൽ നിന്ന് പൈപ്പ് ലൈനിലൂടെ താഴേക്കിറങ്ങാൻ ശ്രമിക്കവേ വേറൊരു മേഘസ്ഫോടനം നടന്നു. ഒരു മിന്നൽ ഉറുമി പോലെ എന്നെ ചുറ്റിപ്പിടിച്ച് ചുഴറ്റിയെറിഞ്ഞു. ഭയ്യാ എന്നൊരു ശബ്ദം അതിനിടയിൽ ഞാൻ കേട്ടു. ജനറൽ ഹോസ്പിറ്റലിൽ 3 ദിവസം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ എൻ്റെ ചേച്ചിയും അമ്മയും കരഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ കയ്യിൽ തീപ്പൊള്ളലേറ്റ് കരിഞ്ഞ പോലൊരു വലിയ വടു ഉണ്ടായിരുന്നു. ആ വീട്ടിലെ പെൺകുട്ടി ശബ്ദമുണ്ടാക്കി ആളെ കൂട്ടിയതിനാലാണത്രേ ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ സെക്യൂരിറ്റി പോലും വല്ലപ്പോഴും പോകുന്ന ചെറിയ പടിഞ്ഞാറേ അറ്റത്തെ പിന്നാമ്പുറത്ത് ശുശ്രൂഷ കിട്ടാതെ ഞാൻ മരിച്ചു പോയേനെ എന്നൊക്കെ എൻ്റെ അമ്മ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു. എനിക്കാകെ ദുഃഖവും നിരാശയും തോന്നി. അല്പനായ കള്ളനെന്ന പെറ്റി തീഫായി ജീവിക്കാതെ അധ്വാനിച്ച് ജീവിക്കണമെന്നൊരു ആഗ്രഹം അന്ന് എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാമ്രാജ്യമാണ് ചേരിക്കരികിലെ ഈ ചെറിയ സ്കൂൾ. ദാരിദ്ര്യം മൂലമാണ് എനിക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നത്, മോഷണങ്ങൾ ചെയ്യേണ്ടി വന്നത്. പക്ഷേ സഹോദര എന്നൊരു വിളി എന്നെ ലോകഗോപുരത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തി. പൈപ്പ് ലൈനിലൂടെ മോഷ്ടിക്കാൻ കയറിയ എൻ്റെ കയ്യിലേക്ക് ആകാശത്തിൻ്റെ ഒരു തുണ്ട് അടർന്നു വീണു. നക്ഷത്രങ്ങൾ അതിലിരുന്ന് തിളങ്ങി. അതിലൊരു നക്ഷത്രത്തിന് ദൈവത്തിൻ്റെ മുഖമായിരുന്നു. ഇതാണ് എൻ്റെ കഥ. ഇപ്പോൾ കേൾക്കുന്നത് കരഘോഷമാണ്. മാനേജ്മെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി കള്ളന്റെ കഥ കേൾക്കാൻ കാത്തിരുന്നവരുടെ കരഘോഷം മുഴങ്ങി. ജലം സത്യമാണ്. ജലമേകുന്നവൻ പുണ്യവാനാണ്. ജലത്തിലാണ് ജീവന്റെ ഉത്ഭവം. ജലത്തിലൂടെ പരിശുദ്ധീകരിക്കപ്പെടുന്നു സർവ്വതും. നിഷ്കളങ്കതയുടെ ജലഗണങ്ങളാൽ പരിശുദ്ധീകരിക്കപ്പെട്ട ഒരു ആത്മാവാണ് ഞാൻ. കരഘോഷങ്ങൾക്കിടയിൽ ജനലഴികളിലൂടെ ഭയ്യാ എന്നൊരു കുട്ടി വിളിച്ചത് മാത്രമേ എനിക്ക് കേൾക്കാനായുള്ളൂ. രമ പ്രസന്ന പിഷാരടി പ്രശസ്ത കഥകളി നടനായിരുന്ന മാങ്ങാനം രാമ പിഷാരടിയുടെയും അധ്യാപികയായിരുന്ന കമല പിഷാരസ്യാരുടെയും മകൾ. കോട്ടയം മൗണ്ട് കാർമൽ സ്കൂൾ, ബസേലിയസ് കോളേജ്, CMS കോളേജ്, ബാംഗ്ലൂർ സെന്റ് ജോസഫ് കോളേജ് എന്നിവിടങ്ങളിൽ പഠനം. സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം. ആനുകാലികങ്ങളിലും ഗ്ലോബൽ മീഡിയകളിലും സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. കവിതയിലാണ് ആദ്യാക്ഷരം കുറിച്ചത്.